Good morning, everyone. Good morning, ma'am. Yeah, good morning. Okay, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇന്നലത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ വെൻ വെച്ചാണ് അവസാനിപ്പിച്ചത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വഴി വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ എഴുതെടുത്തോളൂ കേട്ടോ. ടൈം വേസ്റ്റ് ചെയ്യണ്ട, കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, യാ ഫസ്റ്റ് വൺ വഴി വെച്ചിട്ടാണ് പറയുന്നത് എന്തുകൊണ്ട് എന്നാണ് വഴിയുടെ മീനിങ്. അതെല്ലാവർക്കും അറിയാലോ. ഓക്കെ, വൈ ഡിഡ് യു റിസൈൻ? നീ എന്തുകൊണ്ടാണ് രാജിവെച്ചത്? രാജിവെച്ചത് എന്നാണ്, റിസൈൻ ചെയ്തത്. ഡിഡ് വന്നുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം വന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് നീ റിസൈൻ ചെയ്തത്? വൈ ഡിഡ് യു റിസൈൻ? വൈ ഡിഡ് യു റിസൈൻ? വൈ ഡിഡ് യു റിസൈൻ? Then why do you wish to go there? Why do you wish to go there? എന്തുകൊണ്ടാണ് നീ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നത്? Okay. Next, why are you angry with me? Why are you angry with me? Why are you angry with me? Why not to no? Why not go there tomorrow? Why not go there tomorrow? എന്തുകൊണ്ട് അവിടെ പോയാൽ എന്താ? അവിടെ പോയാൽ എന്താ? Why not go there tomorrow? Why not we have a cup of tea? Why not we have a cup of tea? നമുക്ക് ഒരു ചായ കുടിച്ചാൽ എന്താ? Why not we have a cup of tea? അവൾ എന്തിനാണ് ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? Why does he disturb her like this? Why does he disturb her like this? അവൾ എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്, ശല്യപ്പെടുത്തുന്നത് എന്നൊക്കെ പറയാം. Why are they going back? എന്തുകൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത്? എന്തുകൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത്? Why doesn't he respect you? അവൻ എന്താ നിന്നെ ബഹുമാനിക്കാത്തത്? അവൻ എന്താ നിന്നെ റെസ്പെക്ട് ചെയ്യാത്തത്? Why doesn't he respect you? Why do you want to go there? Why do you want to go there? നീ എന്തുകൊണ്ടാണ് അവിടെ പോകാൻ ആഗ്രഹിക്കുന്നത്? Why do you want to go there? നീ എന്തുകൊണ്ടാണ് അവിടെ പോകാൻ ആഗ്രഹിക്കുന്നത്? Why do you want to watch this film? നീ എന്തുകൊണ്ടാണ് ഈ ഫിലിം കാണാൻ ആഗ്രഹിക്കുന്നത്?
Why do you want to watch this film? Why are they silent? എന്തുകൊണ്ടാണ് അവർ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്? Why are they silent? Why didn't you get up earlier? നീ എന്തുകൊണ്ടാണ് നേരത്തെ എഴുന്നേൽക്കാതിരിക്കുന്നത്? നീ എന്തുകൊണ്ടാണ് നേരത്തെ എഴുന്നേൽക്കാതിരിക്കുന്നത്? Why didn't you get up earlier? Why not ask him? അവനോട് ചോദിച്ചാൽ എന്താ? Why not ask him? അവനോട് ചോദിച്ചാൽ എന്താ? Why didn't you call me earlier? Why didn't you call me earlier? എന്തുകൊണ്ടാണ് നീ എന്തുകൊണ്ടാണ് എന്നെ നേരത്തെ വിളിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് നീ എന്നെ നേരത്തെ വിളിക്കാതിരുന്നത്? Why didn't you call me earlier? ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ നമുക്ക് വയ വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഹൗ വെച്ചിട്ടാണ്. ഹൗ ഏതാ? ഹൗ. ഹൗ മച്ച് മണി ഡു യു ഹാവ്? നിന്റെ കയ്യിൽ എത്ര പണമുണ്ട്? നിന്റെ കയ്യിൽ എത്ര പൈസ ഉണ്ട്? ഹൗ മച്ച് മണി ഡു യു ഹാവ്? How far are you going? നിങ്ങൾ എത്ര ദൂരം പോകുന്നുണ്ട്? How far are you going? How did you solve your problem? How did you solve your problem? നീ എങ്ങനെയാണ് നിന്റെ ഈ പ്രോബ്ലം സോൾവ് ചെയ്തത്? How long have you known her? Known ആണ്. Mistake. Known ആണ്. How long have you known her? How long have you known her? എത്ര കാലമായിട്ട് നിനക്ക് അവളെ അറിയാം? How long ago did you go there? How long ago did you go there? എത്ര കാലം മുൻപാണ് നീ എവിടെ പോയത്? How long did you go there? എത്ര കാലം മുൻപാണ് നീ എവിടെ പോയത്? എല്ലാവർക്കും അറിയാലോ. How can I help you? How can I help you? How many books
are and how many books are do you have? How many books do you have now? How many books do you have? എത്രത്തോളം ബുക്ക് ഉണ്ട് എന്നൊരു ചോദ്യമാണ്. How will you go? How will you go? നീ എങ്ങനെ പോകും? How will you go? നീ എങ്ങനെ പോകും? How do you say that in English? How do you say that in English? നിങ്ങൾ എങ്ങനെയാണ് ഇത് ഇംഗ്ലീഷ് പറയുക? How do you say that in English? Okay. Next, whom, whose. ഇത് മൂന്നിനെയും കുറിച്ചാണ് പറയുന്നത്. Who, whom, whose. ആര്, ആരെ, ആരുടെ. Okay. Who owns this car? ഇത് ആരുടെ കാറാണ്? Who owns this car? ഇത് ആരുടെ കാറാണ്? Who told you? നിന്നോട് ആരാണ് പറഞ്ഞത്? Who told you? Who are you waiting for? Who are you waiting for? ആർക്ക് വേണ്ടിയാണ് നീ വെയിറ്റ് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ് നീ വെയിറ്റ് ചെയ്യുന്നത്? Who are you waiting for? Who is he talking to? Who is he talking to? അവൻ ആരോടാണ് സംസാരിക്കുന്നത്? Who is he talking to? അവൻ ആരോടാണ് സംസാരിക്കുന്നത്? Who lives next door? Who lives next door? അടുത്ത വീട്ടിൽ ആരാണ് താമസിക്കുന്നത്? Who lives next door? അടുത്ത വീട്ടിൽ ആരാണ് താമസിക്കുന്നത്? Who made the noise? ആരാണ് ശബ്ദമുണ്ടാക്കിയത്? Who made the noise? ആരാണ് ശബ്ദമുണ്ടാക്കിയത്? ഡിസ്റ്റർബൻസ്, നോയ്സ് ഉണ്ടാക്കിയത് ആരാണ്? Who did you talk to? Who did you talk to? Spelling mistake കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. Who did you talk to? നിന്നോട് ആരാണ് സംസാരിച്ചത്? Who did you talk to? നിന്നോട് ആരാണ് സംസാരിച്ചത്? Who shut the door? അല്ലെങ്കിൽ who closed the door എന്ന് ചോദിക്കാം. Close or shut, you can use anything. Okay. Who shut the door? ആരാണ് വാതിലടച്ചത്? Who has taken my books? Who has taken my books? ആരാണ് എന്റെ ബുക്ക് എടുത്തത്? Who has taken my books? ആരാണ് എന്റെ ബുക്ക് എടുത്തത്? Who can answer my question? ആർക്കാണ് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുക? Who can answer my question? Who can answer my question? Okay.
Who will accompany me? ആരാണ് എന്റെ കൂടെ വരുന്നത്? Who will accompany me? Who are you staying with? Oh, spelling mistake ഉണ്ടോ? Who are you staying with? നിന്റെ കൂടെ ആരാണ് താമസിക്കുന്നത്? Who are you staying with? Whose book is this? Whose book is this? ഇത് ആരുടെ ബുക്കാണ്? Whose brother is he? ഇവൻ ആരുടെ സഹോദരനാണ്? Whose house is that? ഇത് ആരുടെ വീടാണ്? ഇത് ആരുടെ വീടാണ്? ഓക്കെ, കഴിഞ്ഞോ? യെസ്. നമ്മള് കുറച്ച് ഡെയിലി സെന്റൻസ് നമ്മൾ എഴുതിയിരുന്നതിക്ക് മുന്നേ അത് എവിടെ വരെയാണ് എഴുതിയതെന്ന് പറയാവോ? അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു, കുറച്ചുകൂടെ ഉണ്ട്. ഡോണ്ട് എക്സാജറേറ്റ് ആണോ എഴുതിയത്? ലാസ്റ്റ് എഴുതിയത് ഒന്ന് നോക്കാവോ? അങ്ങനെ നമുക്ക് അതോടൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ സബീന പറയൂ, എവിടെ വരെ എഴുതിയത് ഡെയിലി സെന്റൻസ്? ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് നൗൺ. അതല്ല, നമ്മൾ ഡെയിലി സെന്റൻസ് എഴുതിയിരുന്നില്ലേ? കുറച്ച് ഈസി എസെൻഷ്യൽ. ഈസി എസെൻഷ്യൽ ആണ്. ഓക്കെ, കറക്റ്റ്. അതൊന്ന് കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ. എഴുതിക്കോളൂ, ഡെയിലി സെന്റൻസ് ആണ്. ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഏതാ? Don't find fault with others. Don't find fault with others. Don't find fault with others. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കരുത്. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കരുത്. Stick to your decision. Stick to your decision. നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ ഡിസിഷനിൽ ഉറച്ചു നിൽക്കുക. Stick to your decision. Don't flatter me. എന്നെ പുകഴ്ത്തരുത്. Don't flatter me. Don't flatter me. Okay. Next, make me a cup of tea, please. Make me a cup of tea, please. Please make me a cup of tea. ദയവായി എനിക്ക് ചായ ഉണ്ടാക്കി തരുമോ എന്നൊരു ചോദ്യമാണ്. Get the hell out of here. Get the hell out of here.
ഇവിടെ നിന്ന് പോയി തരാമോ? Get the hell out of here. I'm not scared of you. I'm not scared of you. I'm not scared of you. എനിക്ക് നിന്നെ പേടിയില്ല. I'm not scared of you. Don't threaten me like this. Don't threaten me like this. എന്നെ ഇതുപോലെ ഭീഷണിപ്പെടുത്തരുത്. threaten ചെയ്യരുത്. You are driving me mad. നീ എന്നെ വട്ടുപിടിപ്പിക്കുന്നു. You are driving me mad. Your advice make me sick. Your advice make me sick. Your advice makes sound or make on. Your advice makes me sick. And then you this and you path would begin no or meaning another. Deliberately I did it. Deliberately I did it. ഞാൻ അത് മനഃപൂർവ്വം ചെയ്തതാണ്. ഞാൻ അത് മനഃപൂർവ്വം ചെയ്തതാണ്. Be manly. That is what we expect from you. That is what we expect from you. ഒരു മനുഷ്യനാകുക, അതാണ് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. I'm not particular about it. I'm not particular about it. ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. I'm not particular about it. ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. I don't remember anyone. I don't remember anyone in particular. I don't remember anyone in particular. ഞാൻ പ്രത്യേകിച്ച് ആരെയും ഓർക്കുന്നില്ല. ഞാൻ പ്രത്യേകിച്ച് ആരെയും ഓർക്കുന്നില്ല. I don't remember anyone in particular. It depends on your decision. It depends on your decision. Depends on the SNA. It depends on your decision. ഇതിന്റെ ഡിസിഷനെ ആശ്രയിച്ചിരിക്കും. It depends upon my mind. It depends upon my mind. എന്നെ ഒരു മൈൻഡിനെ ആശ്രയിച്ചിരിക്കും. I have to think it over. എനിക്ക് ഇതിനെ കുറിച്ച് വിശദമായി ചിന്തിക്കേണ്ടതുണ്ട്. I have to think it over. I'm on leave. ഞാൻ ലീവിലാണ്. I'm on leave.
The other day, I met him at Trivandrum. TVM short ഇതൊക്കെയാണ് ട്ടോ. The other day, I met him at TVM. ഞാൻ കഴിഞ്ഞ ദിവസം അവരെ ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടു. Sorry, I don't agree. Sorry, I don't agree. ഞാൻ sorry, ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല, അഗ്രി ചെയ്യുന്നില്ല. I agree entirely. പൂർണ്ണമായും ഞാൻ യോജിക്കുന്നു. I agree entirely. I couldn't do it. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. I couldn't do it. Keep it intact. Keep it intact means കേടുകൂടാതെ സൂക്ഷിക്കുക. കേടുകൂടാതെ സൂക്ഷിക്കുക. We are no longer friends. ഞങ്ങൾ ഇപ്പോൾ സുഹൃത്തുക്കളല്ല, ഫ്രണ്ട്സ് അല്ല. We are no longer friends. I didn't notice. ഞാൻ ശ്രദ്ധിച്ചില്ല. I didn't notice. ഞാൻ ശ്രദ്ധിച്ചില്ല. I walked in the rain. ഞാൻ മഴയത്ത് നടന്നു. I walked in the rain. Don't hesitate. Feel free to talk to me. Don't hesitate. Feel free to talk to me. മടിക്കേണ്ട, എന്നോട് ഫ്രീ ആയിട്ട് സംസാരിച്ചോളൂ. Don't hesitate. Feel free to talk to me. Please come around tonight. ഏകദേശം ഒരു യാത്രയോട് കൂടി വരൂ എന്നൊരു മീനിങ് ആണ്. Please come around tonight. What on earth shall we do now? What on earth shall we do now? നമ്മളിപ്പോൾ എന്താ ചെയ്യുക? What on earth shall we do now? നമ്മളിപ്പോൾ എന്താ ചെയ്യുക? Don't degrade yourself. Don't degrade yourself. സ്വയം തരം താഴരുത് എന്നൊരു മീനിങ് ആണ്. Don't degrade yourself. Obviously not. Obviously not. വ്യക്തമല്ല.
വ്യക്തമല്ല എന്നൊരു മീനിങ് ആണ്. ഒബ്വിയസ്ലി നോട്ട്, വ്യക്തമല്ല, ക്ലിയർ അല്ല, നോട്ട് ക്ലിയർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒബ്വിയസ്ലി നോട്ട്. She has clarity of thought. She has clarity of thought. ഇവൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു പെൺകുട്ടിയാണ്. അതിന് മീനിങ്ങിലാണ് വരാം. She has clarity of thought. We expect an explanation from you. We expect an explanation from you. ഇതിൽ നിന്നും ശരികളും explanation ഞങ്ങൾ expect ചെയ്യുന്നു. Okay. I am determined to do it. I am determined to do it. ഞാൻ ഇത് ചെയ്യാൻ തീരുമാനിച്ചു. I am determined to do it. ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. I have no desire to do it. എനിക്കത് ചെയ്യാൻ ആഗ്രഹമില്ല. I have no desire to do it. എനിക്കത് ചെയ്യാൻ ആഗ്രഹമില്ല. You don't deserve it. You don't deserve it. നീ അത് അർഹിക്കുന്നില്ല. You don't deserve it. അവൻ റിസൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ചെയ്തേക്കാം. He may resign. Let me wash my hands. ഞാൻ കൈകൾ വാഷ് ചെയ്തോട്ടെ. Let me wash my hands. That's not fair. That's not fair. അത് ന്യായമല്ല. That's not fair. Shall I close the window? ഞാൻ window close ചെയ്യട്ടെ. Shall I close the window? Think positively. Positive ആയി ചിന്തിക്കുക. What the reason? എന്താണ് കാരണം? I will meet you in the evening. ഞാൻ നിന്നെ വൈകിട്ട് കണ്ടോളാം. I will meet you in the evening. What's your business here? What's your business here? നിനക്ക് എന്താ ഇവിടെ കാര്യം? What's your business here? Improve yourself. Improve yourself.
Never shall I forget it. Never shall I forget it. ഞാൻ ഇതൊരിക്കലും മറക്കില്ല. Never shall I forget it. Don't risk your life. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല കേട്ടോ, അറിയാണ്ട് വന്ന. Don't risk your life. ജീവിതം വെച്ച് കളിക്കരുത്. Don't risk your life. Don't bluff us. Don't bluff us. ഞങ്ങളെ കബളിപ്പിക്കരുത്. Don't bluff us. Ask him to contact me. Ask him to contact me. അവനോട് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറയും. Ask her to stay with us. Ask her to stay with us. അവളോട് ഞങ്ങൾക്കൊപ്പം താമസിക്കാൻ പറയും. Ask them to prove it. Ask them to prove it. Prove ചെയ്യാൻ പറയും. അവരോട് prove ചെയ്യാൻ പറയും. അവരോട്. Ask him to meet outside. Ask him to meet outside. It was rather unexpected. It was rather unexpected. ഇത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. ഇത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. No, not yet. ഇത് ഇല്ല, ഇതുവരെ ഇല്ല. ഇല്ല, ഇതുവരെ ഇല്ല. No, not yet. Don't take it to your heart. Don't take it to your heart. ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. Somewhat good. Somewhat good. ഏറെക്കുറെ കൊള്ളാം. Somewhat good പറയാം, somewhat beautiful പറയാം. അപ്പൊ ഏറെക്കുറെ മനോഹരമാണ്. ഇനി somewhat serious, ഏറെക്കുറെ സീരിയസ് ആണ്. Somewhat serious. Somewhat easy, ഏറെക്കുറെ എളുപ്പമാണ്. Somewhat difficult, ഏറെക്കുറെ difficult ആണ്. Okay. Somewhat profitable എന്ന് പറയാം. എന്തൊക്കെ പറയാം ഇവിടെ? Beautiful പറയാം. Beautiful, serious, easy, difficult, profitable, ഓക്കെ. അപ്പൊ ഇതെല്ലാനും സംഭവമായിട്ട് വെച്ചിട്ട് പറയാം കേട്ടോ. എഴുതിക്കൊള്ളാനും. അടുത്തത് rather busy, വളരെ ബിസിയാണ്. rather busy, വളരെ ബിസിയാണ്. rather tired പറയാം. അതുപോലെ തന്നെ rather difficult പറയാം. rather difficult പറയാം. rather costly പറയാം. അത് വളരെ കോസ്റ്റ്ലി ആണ്. rather costly പറയാം. ഓക്കെ. rather expensive പറയാം. സെയിം മീനിങ് തന്നെയാണ്. rather expensive. then rather cheap, rather cheap. എല്ലാം നമുക്ക് rather വെച്ച് പറയാം കേട്ടോ. അതും എന്തെങ്കിലും എഴുതി വെക്കണേ. Next, pretty young. Pretty young.
വളരെ ചെറുപ്പം എന്ന രീതിയിലാണ്. Pretty young, pretty beautiful, pretty costly, pretty young, pretty beautiful. ഇതൊക്കെ പറയാട്ടോ വളരെ വില പിടിച്ചതാണ്, എക്സ്പെൻസീവ് ആണ്, കോസ്റ്റ്ലി ആണ്, ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, Don't be a spendthrift. അതായത് ധൂർത്തനാകരുത്. ധൂർത്തനാണ്, ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന ആള് ധൂർത്തനായിരിക്കും. അപ്പൊ ഒരുപാട് ധൂർത്തനാകരുത് ഒരു മീനിങ്ങിലാണ്. Get it cleared. ഇത് ക്ലിയർ ആക്കി കിട്ടണം. Get it cleared. Get it cleared. വ്യക്തമാക്കി കിട്ടണം, ക്ലിയർ ആക്കി കിട്ടണം എന്നൊരു മീനിങ് ആണ്. I didn't mean so. I didn't mean so. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. I didn't mean so. Just hear me out, please. Just hear me out, please. ഞാൻ പറയുന്നത് കേൾക്കൂ, please. Don't curse me. എന്നെ ശപിക്കരുത്. Don't blame me. Don't blame me. എന്നെ ചീത്ത പറയരുത്, കുറ്റപ്പെടുത്തരുത് എന്നൊരു കാര്യമാണ്. Don't blame me. Don't curse me. Don't be tongue tied. ഇങ്ങനെ മിണ്ടാതിരിക്കരുത്. Don't be tongue tied. ഇങ്ങനെ മിണ്ടാതിരിക്കരുത്. After you. നിങ്ങൾക്ക് ശേഷം മതി. After you. Hardly a couple of weeks. Hardly a couple of weeks. കഷ്ടിച്ച് 2 ആഴ്ച. I feel ashamed of it. I feel ashamed of it. അതിനെക്കുറിച്ച് എനിക്ക് ashamed ആണ്, നാണം തോന്നുന്നു. അതുപോലെ തന്നെ shame on you. Shame on you എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. Shame on you. Dead tired. Dead tired എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ടയർഡ് ആണ്. അതുപോലെ dead sure. അങ്ങേറ്റം ഉറപ്പുണ്ട്. Dead sure. ഉറപ്പാണ്. Okay, dead sure.
I don't like the way of you talk. നിങ്ങളുടെ സംസാരം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. I don't like the way of you talk. നിങ്ങളുടെ സംസാരം എനിക്ക് ഇഷ്ടമല്ല. I don't like the way of way she dresses. I don't like the way she dresses. I don't like the way she dresses. എനിക്ക് നിങ്ങളുടെ വസ്ത്രധാരണ രീതി എനിക്ക് ഇഷ്ടമല്ല. It's matter of friendship. ഇത് ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമാണ്. It's matter of friendship. It's matter of friendship. ഇത് ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമാണ്. Never have I missed a chance. Never have I missed a chance. ഞാൻ ഒരിക്കലും ചാൻസ് മിസ് ചെയ്തിട്ടില്ല. Never have I cheated anybody. ഞാൻ ആരെയും cheat ചെയ്തിട്ടില്ല. Never have I cheated anybody. Never did I expect it from you. Never did I expect it from you. Okay. Just ഒന്ന് വെയിറ്റ് ചെയ്യണേ. Okay, അടുത്ത എഴുതാം. By that time I will make tea. By that time I will make tea. അപ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കാം. അപ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കാം. By that time mean അപ്പോഴേക്കും എന്നാണ് കേട്ടോ. By that time you do your homework. By that time you do your homework. അപ്പോഴേക്കും നീ homework ചെയ്യും. Dart across. വട്ടം ചാടുക എന്നാണ്. വട്ടം ചാടുക. പൂച്ച വട്ടം ചാടി എന്ന് പറയില്ലേ? പൂച്ച വട്ടം ചാടി. A cat darted across. A cat darted across. A cat darted across. ഇനി പൂച്ച റോഡിന് വട്ടം ചാടുകയാണെങ്കിലോ? A cat darted across the road. A cat darted across the road.
A cat darted across the road. It's my turn next. അടുത്ത എന്റെ ഗുണമാണ്. It's my turn next. I turned 28 this year. ഈ വർഷം എനിക്ക് 28 വയസ്സായി. I turned 28 this year. He is a ruthless man. അയാള് ഒരു മനസാക്ഷി ഇല്ലാത്ത ആളാണ്. He is a ruthless man. He is a kind man. He is a kind man. Be kind towards others. മറ്റുള്ളവരോട് ദയ കാണിക്കുക. Be kind towards others. All at once. എല്ലാം ഒറ്റയടിക്ക്. All at once. എല്ലാം ഒറ്റയടിക്ക്. All of sudden. All of a sudden ഉണ്ട്. All of a sudden. എന്താണ്? പെട്ടെന്നാണ്. എല്ലാം പെട്ടെന്ന്. All the time എപ്പോഴും എന്ന് പറയാം. Always പറയാം. ഓക്കെ. ഈറ്റ് എന്ന് പറയുന്നത് എന്താണ്? കഴിക്കുക എന്നാണ്. ഈറ്റ് കഴിക്കുക. അപ്പൊ കഴിപ്പിക്കുക എന്താണ്? കഴിപ്പിക്കുക ഫീഡ്. ബാത്ത് കുളിക്കുക. അപ്പൊ കുളിപ്പിക്കുക ബെഡ്. ഓക്കെ. സ്ലീപ്പ് ഉറങ്ങുക. ഉറക്കുക എന്താണ്? ഉറക്കുക. അതാ എന്റെ കൊച്ചിന് ഉറക്കുകയാണ്. എന്താണ് ഉറക്കുക? Put to sleep. Put to sleep ആണ്. Put to sleep. Okay. Next. It made me think. It made me think. അതെന്നെ ചിന്തിപ്പിച്ചു. It made me think. എന്നെ ചിന്തിപ്പിച്ചു. It made me cry. പിന്നെ കരയിപ്പിച്ചു. It made me cry. അതെന്നെ കരയിപ്പിച്ചു. Okay. അപ്പോ നമ്മുടെ അത്യാവശ്യം നോട്ട്സ് എല്ലാവരും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. എല്ലാവരും നന്നായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ. നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ. ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഡെയിലി സെന്റൻസ് കവർ ചെയ്തു. ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. വൊക്കാബുലറി കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. കുറെ എക്സ്പ്രഷൻസ് കവർ ചെയ്തു. പിന്നെന്താണ്? റിപ്പോർട്ട് സ്പീച്ച്, ആക്റ്റീവ് വോയിസ്, ടെൻസ്, ഇംഗ്ലീഷിന് വേണ്ട അത്യാവശ്യം നല്ല ഒരുവിധം കാര്യങ്ങൾ ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇസ് ഇറ്റ് യൂസ്ഫുൾ ഫോർ യു? യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടോ? യെസ്. ഓക്കെ. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ കോൺവെർസേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങൾ എന്തായാലും പ്രസന്റ് ചെയ്തിട്ട് വരും. കാരണം അടുത്ത ആഴ്ചയും കൂടെ ഉള്ളൂ നമുക്ക് ക്ലാസ്. അപ്പോ 2 ഇംഗ്ലീഷ് ക്ലാസ് മാത്രമേ ഉള്ളൂ. മാക്സിമം നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ നോക്കാം. എന്തെങ്കിലും ഇംഗ്ലീഷ് പറയാൻ നോക്കാം. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും സംസാരിക്കാൻ റെഡിയായിട്ട് വരാം. ക്ലാസ് കഴിയാണ്. കുറച്ച് നേരത്തെ സംസാരിച്ചിരിക്കാം. ഓക്കെ. കുറച്ച് കോൺവെർസേഷന്റെയും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഒരു ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളും കുറച്ച് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. മാക്സിമം ക്ലാസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ. So that's all. Let's find a today's class. Okay. Thank you all. Thank you so much.
See you on the next class. Okay, bye.